ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലും ടെക്സ്ചറിലുമുള്ള മാങ്ങാ ജാമാണ്. വെറും 2 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ജാം തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 മാങ്ങയിലാണ് ഇപ്പോൾ ഈ ജാം തയ്യാറാക്കുന്നത്. ഇനി ഇതിന് വേണ്ടത് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര ഞാൻ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കറുവപ്പട്ടയാണ് വേണ്ടത്. കറുവപ്പട്ട ഒരു വലിയ ഒരെണ്ണം എടുക്കുക. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളേ. ഇനി നമുക്ക് മാങ്ങ ഇതേ രീതിയിലൊന്ന് തൊലിയൊക്കെ ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. എന്നിട്ടിത് നല്ല രീതിയിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മാങ്ങയിലാണ് ഈ ഒരു ജാം ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ ഒട്ടും നമ്മളിതിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം, കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ജാം തയ്യാറാക്കുമ്പോൾ ഒട്ടും നാരില്ലാത്ത മാങ്ങ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ നാരുള്ള മാങ്ങ ആണെങ്കിൽ നമ്മളൊന്ന് ഒരരിപ്പയിലൊന്ന് അരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുക. അതിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് പഞ്ചസാരയ്ക്ക് ഒന്ന് ഉരുകി വരുന്ന രീതിയിൽ നമുക്കൊന്ന് എടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി കഴിഞ്ഞ് കുറച്ച് നല്ല രീതിയിലൊന്ന് തിള വരുമ്പം നമുക്കതിൽ നിന്ന് കറുവപ്പട്ട എടുത്ത് മാറ്റാവേ. പിന്നെ ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഒരു കറുവപ്പട്ട നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് അത് കറുവപ്പട്ട എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ കറുവപ്പട്ട ഇനിയൊന്ന് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് നൂൽപ്പരുവോ ഒന്നും ആവേണ്ട കാര്യമില്ല. നൂൽപ്പരുവോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജാം കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തില്ല. അന്നേരം നമ്മൾ കയ്യിൽ ആ പഞ്ചസാര നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒട്ടൽ കാണും. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ച് വെച്ച മാങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നൂൽപ്പരുവോ ആകാൻ കാത്തിരിക്കരുത്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച ആ ഒരു മാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് നാരുള്ള മാങ്ങായ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് നമ്മൾ ഒരു അരിപ്പയിലൊന്ന് അരിച്ചെടുത്തിട്ട് നാരൊക്കെ മാറ്റി അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുത്ത് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ചത്. അതുപോലെ തന്നെ പഴുത്ത മാങ്ങ ആയിരിക്കും, ചിലപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവേ. മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച് മധുരം അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 2 മാങ്ങയ്ക്ക് ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു നാരങ്ങയാണ്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ നാരങ്ങ ആണെങ്കിൽ അതൊരു പകുതി പുളപ്പ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതിപ്പം ചെറിയൊരു നാരങ്ങ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഫുൾ എടുത്തേക്കുന്നത്. അതിൻ്റെ ജ്യൂസ് ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ ജാം തയ്യാറാക്കുമ്പോൾ ഒട്ടും നമ്മൾ കൈയെടുക്കാതെ വേണം നമ്മളിതൊന്ന് ഇളകി കൊടുക്കേണ്ടത്. കൈയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ജാം തയ്യാറാക്കുമ്പോൾ നമ്മൾ അടി പിടിക്കാത്ത ഒരു പാത്രത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കൈയെടുക്കാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇളകി കൊടുക്കണം. ഈ ഒരു മാങ്ങയിലേക്ക് വെള്ളം വലിഞ്ഞു വരുന്നതനുസരിച്ച് ഇത് കയ്യിലോട്ട് നമ്മൾ തെറിക്കും. അതിന് നല്ലൊരു നീളമുള്ളൊരു തവിയോ എന്തെങ്കിലും വെച്ചൊന്ന് നമ്മളൊന്ന് ഇളകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കയ്യിലോട്ട് വീരാതിരിക്കുവേ. നല്ല രീതിയിൽ തന്നെ അത് നമ്മുടെ മാങ്ങ നല്ല രീതിയിൽ തന്നെ അത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ നല്ല രീതിയിൽ കൈയെടുക്കാത്ത രീതിയിൽ ഇനിയും നമ്മളിതൊന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. എന്നാൽ ഒത്തിരി ഒന്ന് ഹാർഡാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കരുത്. ജാമാകുമ്പോൾ നമ്മൾ ബ്രെഡിലോ ചപ്പാത്തിയിലൊക്കെ നമ്മൾ തേച്ച് കഴിക്കുന്ന സമയത്ത് അതിൽ തേക്കാൻ പരുവത്തിൽ വേണം നമ്മളത് എടുക്കാനും.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തത് തന്നെ അതിൽ പഞ്ചസാരയാണ് ചേർത്തത്. ഈ പഞ്ചസാര ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അത് ക്രിസ്റ്റലാവും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പരുവമായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ വീഴണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ നാൾ, ഒരു വർഷം വരെ നമ്മളെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ അത് നമുക്ക് എടുത്തു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ജാമൊക്കെ കേടുകൂടാതെ നമ്മുടെ വീട്ടിൽ കുറേ നാൾ, ഇപ്പം മാങ്ങയുടെ സീസണാണ്, നമ്മൾ ഇതുപോലൊക്കെ ജാമ ചെയ്ത് വെച്ചാൽ ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാം. അത് കേടുകൂടാതിരിക്കണമെങ്കിൽ നല്ലവണ്ണം കഴുകി ഉണങ്ങി ഒരു ഗ്ലാസ് ജാറിൽ മാത്രം ഇത് സൂക്ഷിച്ച് വെക്കണം. അത് നനഞ്ഞ സ്പൂണൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊരു വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായാലും നമുക്ക് കുറേ കാലം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമ കൊടുക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഇതുപോലെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു കളർ പോലും നമ്മൾ ചെയ്തിട്ടില്ല, കളറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, അതോ മാങ്ങയുടെ ഫ്ലേവറോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്താൽ അത്രയും ഉറപ്പോടു കൂടി തന്നെ നമുക്ക് കുട്ടികൾക്കായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമുക്ക് ബ്രെഡിൽ തേച്ചോ അതുപോലെ തന്നെ ചപ്പാത്തിയിൽ തേച്ചോ കുട്ടികൾക്കായാലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം മെയ്ഡ് ജാമാണ്. അത് നമുക്ക് മാങ്ങയിൽ തന്നെ അല്ല, എല്ലാ ഫ്രൂട്ട്സിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ മാങ്ങ സീസണിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം നമുക്കതിൽ പനങ്കൽക്കണ്ട് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്. കറുവപ്പട്ട ജാമിനൊരു പ്രത്യേക മണവും രുചിയും നൽകുന്നുണ്ട്. ഈ പഴുത്ത മാങ്ങ ധാരാളം കിട്ടുന്ന ഈ സമയത്ത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം.